വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യും. 2 ദിവസം കൂടി അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരും. ഇതിന് ശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുക. രാഹുൽ ജി നാഥാണ് ചേരുന്നത്. രാഹുൽ, വിവരങ്ങൾ. അതുതന്നെയാണ് ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് പാങ്ങോട് നിന്നുള്ള പോലീസ് സംഘം എത്തിയിരുന്നു. അത്തരത്തിൽ 1 മണിക്കൂറിലധികം നേരം ചോദ്യം ചെയ്യൽ തുടർന്നു. മൊഴി രേഖപ്പെടുത്തി. CI ജിനേഷിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയത്. ആ ഘട്ടത്തിലൊക്കെ ഇതിനുശേഷം ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുള്ള ഒരു അനുമതി ലഭിക്കണമായിരുന്നു. അത് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത്തരത്തിൽ ഡിസ്ചാർജ് ഇല്ല എന്ന് ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തു വന്നു. കാരണം ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യലിനുമൊക്കെ വിധേയനാകാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ പോലും എലിവശം കഴിച്ചു എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വന്നാൽ അത് പരിഗണിക്കണമെന്ന് കരുതിക്കൊണ്ടാകണം ഇത്തരത്തിൽ 2 ദിവസം കൂടി ആശുപത്രിയിൽ തുടരുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെടുമങ്ങാട് നിന്ന് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ ഇത്തരത്തിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും. എന്തായാലും 2 ദിവസം കൂടി മെഡിക്കൽ കോളേജിൽ ഉണ്ടാകും. ഈ നിലവിലിപ്പോൾ ഉമ്മുമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൊഴിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളുണ്ട്. അവരെന്തായാലും ഈ പറയുന്ന 2 ദിവസം കൂടി കഴിഞ്ഞാകും ആ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും പ്രതി അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിൽ തുടരുകയാണ്. രതീഷ്, ശരി. അഫാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ തുടരുകയാണ്. പാങ്ങോട് CI ദിനേശിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുക്കൽ കഴിഞ്ഞു. മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുന്നു. രാഹുൽ ജി നാഥാണ് ആ വിവരങ്ങൾ നൽകിയത്.